നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ നമ. ശ്രീമദ്ഭാഗവത മഹാപുരാണം ദ്വിതീയസ്കന്ധം 6-ാമത്തെ അധ്യായം 6-ാമത്തെ ശ്ലോകം തൊട്ട് ഇപ്പോൾ പറയണു. ഓം ബാഹവോ ലോകപാലാനാം പ്രായശ ക്ഷേമകർമ്മണാം വിക്രമോ ഭൂർഭുവസശ്ച ക്ഷേമസ്യ ശരണസ്യ ച. പ്രായശ സാമാന്യേന എന്നർത്ഥം. പ്രായണ എന്ന് പറഞ്ഞാൽ സാമാന്യേന ബാഹവ കൈകൾ ക്ഷേമകർമ്മണാം എല്ലാവർക്കും ക്ഷേമത്തെ കൊടുക്കുക. അങ്ങനെ അതിന് വേണ്ടിയിട്ടാണ് കൈകൾ. ലോകപാലാനാം, അപ്പോൾ ഈ ലോകപാലന്മാരുടെ അഷ്ടദിക്പാലകന്മാർ, അതേപോലെ വിഷ്ണു സാത്വിക ഭാവത്തിൽ ഈ ലോകപാലന്മാർ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും അത് ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ്. എന്നും സുഖമായിട്ട് കഴിയുക എന്നതാണ് ക്ഷേമത്തിൻ്റെ അവസ്ഥ. അതൊരു സ്ഥായി ഭാവമാണ്. ഭൂർഭുവ സ്വഹ ച. ഭൂഹു ഭൂമി, ഭുവ അന്തരീക്ഷം, സ്വഹ സ്വർഗം. ഇങ്ങനെ 3 ലോകങ്ങളുടെ വിക്രമ ഈ പരാക്രമം അതല്ലെങ്കിൽ പ്രവർത്തനം. അപ്പം അത് ഇപ്പോൾ നടത്താവാം, അതല്ലെങ്കിൽ അത്രയും കാര്യങ്ങളാണ് കഴിച്ചുകൂട്ടൽ, അതൊക്കെ ആവാം. ഇപ്പോൾ യുദ്ധം ചെയ്യലാച്ചാൽ വിക്രമം എന്നാണ് പറയുക. വേഗം ഒരു പണിയായിട്ട് നടത്തുമ്പോൾ അതിന് വിക്രമം തന്നെയാണ് പറയുക. അത്രയേ ഉള്ളൂ. അപ്പോൾ അവിടെ അങ്ങനെ നന്നായിട്ട് നടത്തുന്നതായിട്ടുള്ള ക്ഷേമസ്യ, ഈ കിട്ടുന്നതായിട്ടുള്ള ഈ ക്ഷേമത്തിൻ്റെ നിലനിർത്തൽ എന്നത്, സംരക്ഷണം ചെയ്യുന്നത് ശരണസ്യച്ച. അപ്പോൾ ഈ രക്ഷ വേണം എന്ന് ആഗ്രഹിക്കുന്ന ഭക്തൻ്റെ ഈ ഒരു ക്ഷേമത്തെ നിലനിർത്തുക എന്നതും ഈ ഭഗവാന്റെ ചുമതലയാണ്. അത് ഭഗവാൻ നിറവേറ്റിക്കൊണ്ടിരിക്കണം. നമ്മൾ ആവശ്യപ്പെടാറുണ്ടോ? അതേ സംശയമുള്ളൂ. ബാഹവോ ലോകപാലാനാം. അപ്പോൾ ഈ ലോകപാലന്മാരായിട്ടുള്ള അഷ്ടദിക്പാലകന്മാർ ഭഗവാന്റെ കൈകളാണ്. അങ്ങനെയാണ് അതിനെ അന്വയിക്കേണ്ടത്. ഭഗവാന്റെ കൈകൾ, ഈ നമ്മുടെ കൈകൾ എന്തിനു വേണ്ടിയിട്ടാണ്? ഈ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ്, ക്ഷേമകർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഭഗവാന്റെ കൈകൾ ഈ ലോകപാലന്മാരാണ്. അവർ പ്രായശ ക്ഷേമകർമ്മണാം. ഈ ലോകപാലന്മാരെല്ലാ ദേവീദേവന്മാരും, ഇന്നലെ നമ്മൾ പറഞ്ഞു അനവധി ദേവന്മാരുണ്ട്. ഈ ദേവന്മാരെ മുഴുവൻ നമ്മൾ പ്രത്യേകമായിട്ട് പൂജിക്കുക തന്നെ വേണം. ഒറ്റ ദൈവം പോരാ, നമുക്ക് ബ്രഹ്മോപാസന ചെയ്യാനുള്ള കഴിവില്ല. അപ്പം അതുകൊണ്ട് ഒറ്റ ദൈവമല്ല വേണ്ടത്. ഇങ്ങനെ പ്രത്യേകമായിട്ട് ഓരോ ദേവന്മാർക്കും ചെയ്യുന്ന പൂജയ്ക്കനുസരിച്ച് അതാത് ഭാവങ്ങളെ നമുക്ക്, ഇപ്പോൾ കണ്ണിൻ്റെ ആയാലും ശരി, രുചിയുടെ ആയാലും ശരി, എല്ലാ അർത്ഥത്തിലും അതാത് ദേവന്മാർ രക്ഷിച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ സംരക്ഷണം മുഴുവൻ കിട്ടില്ല. ഭാഗവതം തന്നെ പറഞ്ഞിട്ടുണ്ട്, ആഗ്രഹമൊന്നും ഇല്ലാത്തവരും എന്നെ ഭജിച്ചോളൂ, എല്ലാ ആഗ്രഹങ്ങളുള്ളവരും എന്നെ ഭജിച്ചോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് ഭഗവാൻ. പക്ഷേ നമുക്ക് അതാത് ദേവനെ ഭജിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഫലമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഭജിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. അത് ഒരു ഘട്ടം കഴിഞ്ഞതിൻ്റെ ശേഷമാണെങ്കിൽ ഈ പ്രത്യേകമായിട്ടുള്ള ഭജനം വേണ്ട, അത്രയേ ഉള്ളൂ. അപ്പോൾ ഭഗവാന്റെ തന്നെ കൈകളാണ് ഈ ലോകപാലന്മാരെ എന്നതുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന എല്ലാ പൂജയും സ്വീകരിക്കുന്നത് ഇവരിലൂടെ ഭഗവാൻ തന്നെയാണ്. സർവദേവ നമസ്കാരം കേശവം പ്രതിഗച്ഛതി. അപ്പം അതുകൊണ്ട് അത് പേടിക്കണ്ട. ഈ ക്ഷേമകർമ്മങ്ങൾ ചെയ്യുന്നത് പ്രായശ ഈ ലോകപാലന്മാരായിട്ടുള്ള അഷ്ടദിക്പാലകന്മാർ തന്നെയാണ്. അത് ഭഗവാന്റെ കൈകളാണ്. വിക്രമോ ഭൂഹു ഭുവഃ സ്വഹ ച. ഭൂഹു ഭുവഃ സ്വഹ ച. അപ്പോൾ ഈ ഭഗവാന്റെ ഈ കൈകളാൽ ഈ പാലകന്മാരാൽ ചെയ്യുന്ന എല്ലാ ശ്രമങ്ങളും എല്ലാ കർമ്മങ്ങളും അത് ഈ ഭൂമിയുടെയും അന്തരീക്ഷത്തിൻ്റെയും സ്വർഗത്തിൻ്റെയും ക്ഷേമത്തിന് വേണ്ടി തന്നെയാണ്. ശരണസ്യ ച. ആരാണോ ഭഗവാനെ ശരണം പ്രാപിക്കുന്നത് അവരുടെ മുഴുവൻ ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ്. ശരണസ്യ ക്ഷേമസ്യ ച. ഭൂഹു ഭുവഃ സ്വഹ ച ശരണസ്യ ക്ഷേമസ്യ. അപ്പം അതുകൊണ്ട് ഈ ക്ഷേമത്തിന് വേണ്ടിയിട്ട് ഭഗവാൻ എല്ലാം ചെയ്യും. അപ്പോൾ സ്വർഗത്തിലുള്ള ദേവന്മാർക്ക് വേണ്ടിയിട്ടുള്ള ഈ രക്ഷയും ഭഗവാൻ തന്നെ ചെയ്യാം. അപ്പോൾ ദേവ പിതൃ അവരൊക്കെ അങ്ങനെ തന്നെ. അതേപോലെ തന്നെ ഭൂമിയിൽ നമ്മൾ വസിക്കുന്നതായിട്ടുള്ള മനുഷ്യരായാലും സസ്യജാലങ്ങളായാലും തിര്യജാതികളായാലും പ്രാണിവർഗ്ഗങ്ങളായാലും ഒക്കെ രക്ഷിക്കുന്നത് ഭഗവാൻ തന്നെയാണ്. പർവ്വതമായാലും നദിയായാലും സമുദ്രമായാലും എന്നർത്ഥം. അപ്പോൾ ഇങ്ങനെ ഈ അന്തരീക്ഷം വായു തൊട്ട കാര്യങ്ങളൊക്കെ നന്നായിട്ട് കിട്ടണമെങ്കിൽ ഭഗവാനെ നന്നായിട്ട് ഭജിക്കുക തന്നെ വേണം. അപ്പോഴേ കാലാവസ്ഥ ഋതു ഒക്കെ നന്നായിട്ട് കിട്ടുള്ളൂ.
അതൊക്കെ ഭഗവാൻ തരണു. കാരണം ഇത് അദ്ദേഹത്തിൻ്റെ ഭഗവാന്റെ ഒരു ചുമതലയാണ്, ഒരു വ്യക്തി അല്ലാത്തത് കൊണ്ട് ബ്രഹ്മത്തിൻ്റെ ചുമതലയാണ്. അപ്പോൾ നമ്മൾ ഈ പ്രത്യേകം പൂജിക്കുന്നത് കൊണ്ട് അബദ്ധമില്ല എന്നല്ല, അത് വേണം. അത് എപ്പോഴാണ് അങ്ങനെ അല്ലാണ്ടേ ആവേണ്ടത്? അതിലും കടന്ന് നമുക്ക് ബ്രഹ്മോപാസനയ്ക്ക് അർഹതയുണ്ട് എന്ന് നമ്മളെ തോന്നിക്കും ഭഗവാൻ. അപ്പോൾ നമുക്കത് ചെയ്യാം. അതുവരെ അത് പറ്റില്ല, ഒറ്റ ദൈവം പറ്റില്ല. ബാഹവോ ലോകപാലാനാം പ്രായശ ക്ഷേമകർമ്മണാം വിക്രമോ ഭൂർഭുവസ്വശ്ച ക്ഷേമസ്യ ശരണസ്യ ച. ഇനി 7-ാമത്തെ സർവകാമവരസ്യാപി ഹരേശ്ചരണ ആസ്പദം അപാം വീര്യസ്യ സർഗസ്യ പർജന്യസ്യ പ്രജാപതേഃ. ഹരേഃ ചരണഃ, ഈ ഭഗവാന്റെ തൃപ്പാദം അത് സർവകാമവരസ്യ അപി, എല്ലാ അഭീഷ്ടങ്ങളെയും സാധിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഒരു ഉറവിടം ആണ് ഭഗവാന്റെ തൃപ്പാദങ്ങൾ. സർവകാമവരസ്യ അപി, എന്തൊക്കെ ആഗ്രഹങ്ങളാണോ ഉള്ളത് അത് മുഴുവൻ വരാനുഗ്രഹമായിട്ട് നമുക്ക് തരും ഭഗവാൻ. ഈ തൃപ്പാദ ആശ്രയം മാത്രം ചെയ്താൽ മതി. എന്തുകൊണ്ടാണ് ഭഗവാന്റെ തൃപ്പാദങ്ങൾക്ക് നമസ്കാരം, ഗുരുവിൻ്റെ തൃപ്പാദങ്ങൾക്ക് നമസ്കാരം എന്ന് പറയാൻ കാരണം, തൃപ്പാദത്തെ ആരാണോ ആശ്രയിക്കുന്നത് അവരുടെ എല്ലാ ആഗ്രഹങ്ങളെയും വരം ആയിട്ട്, അനുഗ്രഹമായിട്ട്, വരാനുഗ്രഹം എന്നതിന് പറയാം, ആ വരാനുഗ്രഹമായിട്ട് നമുക്ക് തരുന്നു. അപ്പോൾ അതിൻ്റെ ഉറവിടം ഈ തൃപ്പാദ ആശ്രയം തന്നെയാണ്. അപ്പം അതുകൊണ്ട് പാദാശ്രിതരാവുക. പാദം ശരണം ഗച്ഛാമി, അങ്ങനെ തൃപ്പാദത്തിലേക്ക് നമുക്ക് എപ്പോഴും ശ്രദ്ധയുണ്ടാവണം, ഭക്തി ഉണ്ടാവണം, നമസ്കാരം എന്നുള്ള ആ ഭാവമുണ്ടാവണം. തരാവുന്ന സന്ദർഭങ്ങളിൽ മുഴുവൻ അത് ചെയ്യുകയും വേണം. എപ്പോഴാണ് സാധ്യമാകുന്നത് അപ്പോൾ അത് നമസ്കാരം ചെയ്യുക തന്നെ വേണം. സർവകാമവരസ്യ അപി, അപ്പോൾ എല്ലാ ആഗ്രഹങ്ങളെയും സാധിപ്പിക്കാൻ ഈ ഭഗവാന്റെ തൃപ്പാദമാണ്. ഹരേഃ ചരണഃ. പിന്നെ അപാം, ജലത്തിനും വീര്യസ്യ ശുക്ലത്തിനും സർഗസ്യ സൃഷ്ടിക്കും, അതേപോലെ പർജന്യസ്യ മേഘത്തിനും. പർജന്യൻ എന്ന് പറഞ്ഞാൽ മേഘമാണ്, അത് മഴയാണ് തരുന്നത്. അപ്പോൾ അതിനാണ് പ്രാധാന്യം, മേഘത്തിനല്ല പ്രാധാന്യം, മഴയ്ക്കാണ് പ്രാധാന്യം. പ്രജാപതേഃ, പ്രജാപതിക്കും ഇപ്പോൾ സന്താനങ്ങൾ കിട്ടാൻ. അപ്പം അതിനു വേണ്ടിയിട്ടും ഈ ഭഗവാനെ തന്നെയാണ് ആശ്രയിക്കേണ്ടത്. ഇപ്പോൾ ഈ ഭഗവാന്റെ തൃപ്പാദം എല്ലാ ആഗ്രഹങ്ങൾക്കും ആശ്രയ ആയിട്ടുള്ളത് ഒന്നാണ്. ഒപ്പം ജലം കിട്ടാനായിട്ടും, അതേപോലെ ഈ വീര്യാദികൾ അനവധിയുണ്ട്. എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യാൻ ഒരു വീര്യം വേണം, ധൈര്യം വേണം. അപ്പോൾ അത് ഭഗവാനെ ആശ്രയിച്ച് കഴിഞ്ഞാൽ കിട്ടും. ഈ തൃപ്പാദത്തെ ആശ്രയിച്ചാൽ മതി. അതേപോലെ തന്നെ സൃഷ്ടി വളരുവാൻ വേണ്ടിയിട്ട്, അതേപോലെ മഴ തരുവാൻ വേണ്ടിയിട്ട്, ഈ പ്രജകളെ നമുക്ക് സൃഷ്ടിക്ക് വേണ്ടിയിട്ട് തരണ്ടേ, ഈ മക്കളെ തരണ്ടേ. അപ്പോൾ അതിന് പ്രജാപതി സ്ഥാനമുണ്ട് ഈ ഭഗവാന്. അങ്ങനെയുള്ള ആ പ്രജാപതിക്ക് വേണ്ടിയിട്ട് ഈ പൂജാദികളെല്ലാം ഹരിയുടെ പാദത്തെ ആശ്രയിക്കുക. സർവകാമവരസ്യ അപി, എല്ലാ കാമങ്ങളെയും വരം ആയിട്ട് കിട്ടുവാനായിട്ട് അതിനും വേണ്ടിയിട്ട് ഹരേഃ ചരണ ആസ്പദം, ഭഗവാന്റെ ഈ തൃപ്പാദം ആണ് ആസ്പദമായിട്ടുള്ളത്, ആശ്രയമായിട്ടുള്ളത്. അപാം, വെള്ളത്തിൻ്റെ, വീര്യസ്യ, വീര്യം ധൈര്യം തൊട്ടുള്ള കാര്യങ്ങളുടെ, സർഗസ്യ, സൃഷ്ടി തൊട്ടുള്ള മക്കളുണ്ടാവുക തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട്. മക്കൾ മാത്രം പോരാ, നമ്മൾ മരം കുഴിച്ചിട്ടാൽ, ഒരു വിത്ത് കുത്തിയിട്ടാൽ അതിൽ നിന്ന് ധാന്യം എന്താ കിട്ടേണ്ടത് വെച്ചാൽ അത് കിട്ടണം. മാങ്ങയോ ചക്കയോ എന്താ വേണ്ട വെച്ചാൽ അത് കിട്ടണം. നാളികേരമൊക്കെ. പർജന്യസ്യ, അതേപോലെ മഴയുണ്ടാവണം. അതാത് കാലത്ത് ഋതുക്കളൊക്കെ വേണ്ട രീതിയിൽ ചെയ്യണം. ഇങ്ങനെ പ്രജാപതേഃ, ഈ പ്രജാപതിയുടെ ഹരേഃ ചരണ ആസ്പദം ആണ് എങ്കിൽ നമുക്ക് എല്ലാ അർത്ഥത്തിലും എല്ലാ സമ്പത്തുകളും ഈ ഭഗവാൻ തന്നുകൊണ്ടേയിരിക്കും. സർവകാമവരസ്യാപി ഹരേശ്ചരണ ആസ്പദം അപാം വീര്യസ്യ സർഗസ്യ പർജന്യസ്യ പ്രജാപതേഃ. അപ്പം അതുകൊണ്ട് സർവ സമയത്തും ഭഗവാന്റെ തൃപ്പാദങ്ങളെ ആശ്രയിക്കുക എന്ന ഭാവം നമ്മിൽ നിന്നും വിട്ടുപോകരുത്. പുംസ പ്രശ്ന ഉപസ്ഥസ്തു പ്രജാത്യാനന്ദനിർവൃതേഃ പായുര്യമസ്യ മിത്രസ്യ പരിമോക്ഷസ്യ നാരദ. പുംസഃ, ഈ ഭഗവാനാകുന്ന പുരുഷൻ്റെ ശിശ്നം, അതായത് ഉപസ്ഥം എന്നർത്ഥം, ലിംഗം. ഉപസ്ഥഃ തു, ഈ ഉപസ്ഥമാകട്ടെ. അപ്പോൾ ആ 2 ഇന്ദ്രിയങ്ങളെയും ആണ് ഉദ്ദേശിച്ചത്. അപ്പോൾ പ്രജകളുണ്ടാകുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇന്ദ്രിയമായിട്ടാണ് ഉപസ്ഥത്തെ പറയാം.
അപ്പോൾ ആ ശിശ്നം എന്ന അവയവം ലിംഗം അതാവട്ടെ പ്രജാത്യാനന്ദ നിർവൃതേഹേ പ്രജ ഉണ്ടാകുവാൻ വേണ്ടിയിട്ടുള്ള ഒരു അത്യാനന്ദത്തെ തരുന്ന ഇന്ദ്രിയമായിട്ട് ആ ഇന്ദ്രിയ സുഖത്തെ തരുന്നതായിട്ടുള്ള ഭാവത്തിൽ അതാണിപ്പോൾ നമ്മളെ കരികാലത്ത് കൊടുക്കുക. ഇത് ഈ ജിഹ്വ ഉപസ്ഥ ജയം. ഉപസ്ഥ എന്നുള്ളത് ലിംഗമാണ്. അപ്പോൾ സ്ത്രീ വിഷയത്തിൽ കുറച്ചധികം താല്പര്യം ഉണ്ടെങ്കിൽ അപ്പോൾ അതിനെ നമ്മൾ ജയിക്കുക തന്നെ വേണം വളരെയധികം. അതേപോലെ തന്നെ നാവ്, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ വാരി വലിച്ച് തിന്നണുണ്ട്. അപ്പോൾ അത് ആവശ്യമില്ലാത്ത വസ്തുക്കൾ പലതും രുചിക്കനുസരിച്ച് വാരി വലിച്ച് തിന്നുന്നുണ്ട്. അപ്പോൾ അത് രണ്ടും ഒഴിവാക്കിയാൽ നമ്മൾ സുഖമായിട്ട് ജീവിക്കുമെന്ന് സാരം. അധികം വാരി വലിച്ച് തിന്നാൻ വേണ്ട, സ്ഥിരമായിട്ട് ഈ സ്ത്രീ സംഘവും വേണ്ട. എങ്കിലും അത് ഭഗവാനാണ് എന്ന് പറയണം. അത് ഭഗവാനിൽ നിന്നും തരുന്നതും ആണ്. ഉപസഹത്തു പ്രജാ അത്യാനന്ദ നിർവൃതേഹേ. പ്രജയ്ക്ക് വേണ്ടിയിട്ട് അത്യാനന്ദത്തെ അതൊരു നിർവൃതി ഭാവത്തിൽ തരുന്നു ഭഗവാൻ. എന്തിനു വേണ്ടിയിട്ട്? മുക്തിക്ക് വേണ്ടിയിട്ട്. പിതൃകർമാദികൾ ചെയ്ത് എന്തെങ്കിലും കർമ്മബാക്കി ഉണ്ടെങ്കിൽ അത് ആത്മാവൈ പുത്ര എന്ന ഭാവത്തിൽ പുത്രനായിട്ട് വരുവാൻ വേണ്ടിയിട്ട്, ഇതിനൊരു ആകർഷണം ഉണ്ടാകുവാൻ വേണ്ടിയിട്ട് 5 ഇന്ദ്രിയങ്ങൾ അല്ലെങ്കിൽ 10 ഇന്ദ്രിയങ്ങൾ, അതിലേറ്റവും സുഖം എന്നുള്ളത് സ്പർശസുഖമാണ്. അത് ഈ ആനന്ദ നിർവൃതി പ്രജയ്ക്ക് വേണ്ടിയിട്ട് ആവുമ്പോൾ ആ ഒരു താല്പര്യം കുറച്ചധികം ഉണ്ടാക്കുകയും ഭഗവാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ പ്രജാർത്ഥമുള്ള അത്യാനന്ദ ഉണ്ടാക്കുന്നത് ആ കാരണക്കാരനായുള്ള സുഖം തരുന്നതായിട്ടുള്ള ആ ഭഗവാൻ പായു എന്ന ഇന്ദ്രിയം, അത് മരണത്തിന് കാരണമാകണം. ഗുദം എന്നുള്ളത് മരണത്തിന് കാരണമാണ്. അതേപോലെ യമസ്യ, ഈ മരണം നടത്തുന്നത് യമൻ എന്ന ഭാവമാണ്. മരണം നടത്തുന്നത് യമനാണ്. ശിക്ഷിക്കുന്നത്, മരണം നടത്തുന്നത് കാലനാണ്. മരണം നടന്നു കഴിഞ്ഞതിന് ശേഷം ശിക്ഷിക്കുന്നത് യമനാണ്, വെച്ചാൽ നേരെയാക്കുന്നത് യമനാണ്. പിന്നെ ധാർമ്മിക ഭാവത്തിലെത്തിക്കൊണ്ട് ധർമ്മരാജനായിട്ട് നമ്മളെ അനുഗ്രഹിക്കുന്നതും ഒരേ ആളാണ്, ഭഗവാൻ തന്നെയാണ്. അതിൽ ഭഗവാൻ ഈ ധർമ്മരാജാവായിട്ട് ആദ്യം, പിന്നെ യമനായിട്ട് ശിക്ഷകനായിട്ട്, നരകത്തിൻ്റെ അധിപതിയായിട്ട്, പിന്നെ ഈ ജീവനുകളെ ശരീരത്തിൽ നിന്നും വേർപ്പെടുത്തുക എന്ന കാലൻ്റെ അവസ്ഥയും. ഇങ്ങനെ മൂന്നും ഒന്ന് തന്നെയാണെങ്കിലും 3 ഭാവമാണ്. അപ്പോൾ ഇവിടെ യമനും ഭഗവാൻ തന്നെയാണ്. മിത്രസ്യ, അതിൻ്റെ ഇന്ദ്രിയ അധിഷ്ഠാന ദേവതയായിട്ട് സൂര്യൻ മിത്രൻ ആണ്. 12 സൂര്യന്മാരിൽ ഒന്നാണ് മിത്രൻ. ആ മിത്രൻ ഇതേപോലെ പരിമോക്ഷസ്യ വിസർജനത്തിനും, അപ്പോൾ മലവിസർജനത്തിനെന്ന് മാത്രമല്ല, ജീവൻ്റെ മലം ഒഴിവാക്കാൻ, ഈ ശരീരത്തിൻ്റെ മലങ്ങളെ ഒഴിവാക്കാൻ, അപ്പോൾ വെറും മലല്ല, അതേപോലെ മനസ്സിൻ്റെ മലം ഒഴിവാക്കാൻ, മലങ്ങളെ മുഴുവൻ ഒഴിവാക്കിയാലാണ് നമുക്ക് ഈ നെഗറ്റീവ്സ് മുഴുവൻ 72 നെഗറ്റീവ്സ് ഉണ്ട്, അത് മുഴുവൻ ഒഴിവാക്കിയാലാണ് മുക്തി കിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ വിസർജനത്തിനും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വിസർജനം എന്നുള്ളത് ഈ മലവിസർജനം മാത്രമല്ല, അതിന് മാത്രമേ വിസർജനം എന്ന് പറയാവൂ എന്ന് തെറ്റിദ്ധരിക്കുന്നവരുണ്ട്. അപ്പം അങ്ങനെ അല്ലാതെ ഇതൊക്കെ വിസർജനങ്ങളാണ്. ഇപ്പം നമ്മൾ ഒരു ഗണേശോത്സവം, അത് കഴിഞ്ഞാൽ പുഴയിലോ സമുദ്രത്തിലോ ഈ ഗണേശ വിഗ്രഹം പോയിട്ട് വിസർജനം ചെയ്യുക, നിമജ്ജനം ചെയ്യുക എന്നാണ് നമ്മൾ പറയാറ്. എങ്കിലും വിസർജനം ചെയ്യുക എന്ന് പറയാറുണ്ട് അവർ. അതിൻ്റെ കാര്യം ഇത്രയേ ഉള്ളൂ, ഈ ബിംബം അതിലേക്ക് ലയിപ്പിക്കുകയാണ്. ബിംബാവസ്ഥയിൽ നിന്നും നമ്മൾ മോചനം നേടി ഈ ബിംബത്തെ ഓരോരുത്തരുടെയും ഈശ്വരഭാവത്തെ ഓരോരുത്തരുടെയും ഹൃദയത്തിലേക്ക് അല്ലെങ്കിൽ മനസ്സിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ജീവചൈതന്യത്തോട് കൂടിയിട്ട് ചേർത്ത്, പിന്നെ ആവശ്യമില്ലാത്ത സാധനമാണ് ബിംബവൽക്കരണം. ആ ആവശ്യമില്ലാത്തതിനെ വിസർജനം ചെയ്യുന്നു. അതാണ് ഗണേശോത്സവം. അപ്പോൾ ഗണപതിയുടെ വിഗ്രഹം കൊണ്ടുപോയിട്ട് മറ്റേ ഘോഷയാത്രയായിട്ട് അവിടെ കൊണ്ടുപോയിട്ട് വിസർജനം ചെയ്യുന്നു. നമ്മളതിനെ ഒന്നുകൂടി ഭംഗിയായിട്ട് പറയുമ്പോൾ നിമജ്ജനം ചെയ്യുക എന്നാണ് പറയുക. കാരണം ഇതിനെ ഒഴിവാക്കുകയല്ലല്ലോ, ജലത്തിലേക്ക് ലയിപ്പിക്കുകയല്ലേ. അപ്പം നിമജ്ജനം ചെയ്യുക, അതാണ് ശരിക്കുള്ള വാക്ക്, അതാണ്. എങ്കിലും ഇതിനെ ഇങ്ങനെ പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തെറ്റിദ്ധരിക്കൊന്നും വേണ്ട എന്ന് സാരം. അപ്പോൾ ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ. പരിമോക്ഷസ്യ, ഈ വിസർജനത്തിന് വേണ്ടിയിട്ട് അത് നയിക്കാൻ, അത് നടത്താൻ ഒരാൾ വേണം, നിയന്ത്രിക്കാൻ ഒരാൾ വേണം. അത് മിത്രൻ എന്ന ഭാവത്തിലാണ് ഭഗവാൻ വരുന്നത്. പുംസഹ, ഈ പുരുഷൻ്റെ, ശിശ്നഹ ഉപസ്ഥഹ തു, ശിശ്നം എന്നാകുന്ന ഈ ലിംഗം, അത് അതിൻ്റെ ഇന്ദ്രിയം, ആ ഇന്ദ്രിയനാഥനായിട്ട് ഭഗവാൻ തന്നെയാണ് ഇരിക്കുന്നത്. അതും
പ്രജ അത്യാനന്ദ നിർവൃതേഹേ, പ്രജ അത്യാനന്ദ നിർവൃതേഹേ, ഈ അത്യാനന്ദത്തെ തരുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെടുത്തുക. അത് സ്വതേ സന്താനത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ആ ഒരു രതി മാത്രമേ ഭഗവാനുള്ളൂ. ബാക്കിയുള്ളത് ഭോഗാർത്ഥം ചെയ്യുന്നത് അതിൽപ്പെട്ടതല്ല. അതും ഭഗവാൻ പറയുന്നുണ്ട്. സന്താനത്തിന് വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്നതായിട്ടുള്ള ആ രതിഭാവം, ഈ കാമഭാവം, ആ കാമദേവ സ്വരൂപത്തിൽ ഞാൻ തന്നെ അതിലേക്ക് പ്രവേശിക്കുകയാണ്, അതല്ലാത്തത് ഞാനല്ല എന്ന് വിഭൂതി യോഗത്തിൽ പ്രത്യേകം പറയുന്നുണ്ട് ഭഗവാൻ. അപ്പം അതുകൊണ്ട് പ്രജ അത്യാനന്ദ നിർവൃതേഹേ, ഈ ഉപസ്ഥഹ തു ശിഷ്ണ, ശിഷ്ണത്തിലാണ് ഞാൻ ആ ഇന്ദ്രിയ ഭാവത്തിൽ ഇരിക്കുന്നത്, ഇന്ദ്രിയ ദേവഭാവത്തിൽ, ഋഷികേശനാണ്. അപ്പോൾ ആ ഒരു ഭാവത്തിൽ ഇരിക്കുന്നത്. പായുഹു, പായു ആകട്ടെ ഈ ഗുദത്തിൽ, അവിടെ യമസ്യ, യമൻ്റെ ഭാവത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. മിത്രസ്യ, ആ ഇന്ദ്രിയത്തിൻ്റെ നാഥൻ എന്നുള്ള എനിക്ക് മിത്രൻ ആയിട്ടിരിക്കണു. പരിമോക്ഷസ്യ, ഈ പരിമോക്ഷത്തിന് വേണ്ടിയിട്ട്, അതായത് എല്ലാ അർത്ഥത്തിലും ഇനി ശരീരവുമായിട്ട് യാതൊരു ബന്ധവും വേണ്ട എന്ന രീതിയിൽ ജീവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഗുദത്തിൽ അല്ലെങ്കിൽ ഈ മിത്രഭാവത്തിൽ ഈ വിസർജനത്തിന് തയ്യാറാക്കുക മനസ്സിനെ. ആ ഒരു ഭാവത്തിൽ ഞാൻ അവിടെ ഇരിക്കാനുള്ള കാരണം ഈ ദേഹം വേണ്ട എന്നുള്ള ഒരു തോന്നലിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്. സ്വതേ അതിൻ്റെ ഒരു കാരണം അങ്ങനെയാണ്. ശരീരം മരിച്ചു പോകാനുള്ള കാരണം ഈ വിസർജനമാണ്. വിസർജനം ഇല്ലെങ്കിൽ നമ്മൾ മരിച്ചു പോകില്ല എന്നാണ് പറയുക. അപ്പോൾ അതില്ലാതെ കൊണ്ട് പറ്റൂല. കാരണം എന്നും ഈ ശരീരം നിലനിന്ന് കഴിഞ്ഞാൽ പ്രശ്നമാവും. അപ്പോൾ അതുകൊണ്ട് അതും പാടില്ല. കാരണം ജീർണത വരും. ജീർണത വന്നു കഴിഞ്ഞാൽ ശരീരത്തിൽ ജീവിക്കാൻ സാധിക്കില്ല. അപ്പോൾ ഈ പരിമോക്ഷത്തിനും കാരണം ആരാണ്? ഈ ഭഗവാൻ മിത്രനായിട്ട് അവിടെ ഇരിക്കൊണ്ടാണ്. പുംസശിഷ്ണ ഉപസ്ഥസ്തു പ്രജ അത്യാനന്ദ നിർവൃതേഹേ പായുഹു യമസ്യ മിത്രസ്യ പരിമോക്ഷസ്യ നാരദ. അപ്പം ഇങ്ങനെ നാരദനോട് ഇങ്ങനെ ഉപദേശം കൊടുക്കുകയാണ്. ഈ ഭഗവാൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് കേട്ടോ എന്ന് ബ്രഹ്മാവ് ബ്രഹ്മനാരദ സംവാദമാണ് 3 അധ്യായം. 6, 7, 8, 3 ശ്ലോകങ്ങളാണ് ഇപ്പോൾ നമ്മൾ വായിച്ചത്. ബാഹവോ ലോകപാലാനാം പ്രായശ ക്ഷേമകർമ്മണാം വിക്രമോ ഭൂർഭുവസ്വശ്ച ക്ഷേമസ്യ ശരണസ്യ ച സർവകാമവരസ്യാപി ഹരേശ്ചരണ ആസ്പദം അപാം വീര്യസ്യ സർഗസ്യ പർജന്യസ്യ പ്രജാപതേ പുംസശിഷ്ണ ഉപസ്ഥസ്തു പ്രജാത്യാനന്ദ നിർവൃതേ പായുര്യമസ്യ മിത്രസ്യ പരിമോക്ഷസ്യ നാരദ. ഇവിടെ ഹരിയുടെ ഈ പാദം എല്ലാ അഭീഷ്ടങ്ങളെയും കൊടുക്കും എന്നുള്ളത് ഉറപ്പിക്കുകയാണ്. ആ സ്ഥാനമാണ് ഭഗവാനെ ശരിക്കും ആശ്രയിക്കേണ്ടത്, അതാണ്. അതേപോലെ ഈ ഭഗവാന്റെ ശിഷ്ണം എന്നത് ഇന്ദ്രിയാധിഷ്ഠാന ഋഷികേശ അധിപതി എന്നുള്ള ആ ഭാവത്തിൽ ജലത്തിനും സൃഷ്ടിക്കും മേഘത്തിനും പ്രജ ഉണ്ടാക്കുവാൻ എന്നുള്ള നിലയ്ക്ക് പ്രജകളുടെ നാഥം നിലയ്ക്ക് പ്രജാപതിക്കും സ്ഥാനമായിട്ട് ഇരിക്കണു. അതേ പുരുഷൻ്റെ ഈ ഉപസ്ഥം എന്ന സന്താനം ഉണ്ടാവാൻ വേണ്ടിയുള്ള ഈ സംയോഗത്തിന് വേണ്ടി അത്യാനന്ദത്തെ കൊടുക്കുക എന്ന ഒരു ഇന്ദ്രിയ സുഖത്തെ തരുന്നത്, അത് അനുഭവിപ്പിക്കുന്നത് ഒരു ദുഃഖനിവൃത്തിക്കും കൂടിയാണ്. ഇവിടെ വ്യാഖ്യാതാവ് കുറച്ച് പറഞ്ഞിരിക്കുകയാണ്. എന്താ കാരണം? ഇപ്പം നമ്മൾ സാധാരണഗതിയിൽ ദാമ്പത്യത്തിൽ ഒരു ലേശം വിള്ളൽ വന്നു എന്ന് കൂട്ടുക, അത് ഈ രതിസുഖത്തിലൂടെ മറികടക്കാൻ സാധിക്കും എന്നതാണ്. അതിന് 2 പേരും ഒന്ന് തയ്യാറായാൽ മതി. അപ്പോൾ ഇതാവണം മുൻവിധി. ഞങ്ങൾ തമ്മിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ആ പ്രശ്നത്തെ പരിഹരിക്കാൻ രതിയിലൂടെ സാധിക്കും. കാരണം അവിടെ ഈശ്വരനുണ്ട്. അതുകൊണ്ട് മറ്റതിനെ മറക്കും. ഈ കന്മഷം വരാനുണ്ടായ കാരണം എന്തോ ഒരു വിരോധമുണ്ടായിട്ടുണ്ട്. അപ്പോൾ തമ്മിൽ തല്ലൂടാ. ഈ തല്ലൂട്ടം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് 2 പേർക്കും ഈ ഒരു താല്പര്യത്തെ ഉണ്ടാക്കിക്കൊണ്ട് ഇത് ഒരു പ്രശ്ന പരിഹാരമാണ് എന്ന് കണക്കാക്കിക്കൊണ്ട് ഈ രതി അനുഭവിക്കുകയാണെങ്കിൽ അവിടെ ഈശ്വരഭാവം അവിടെയുണ്ട്. ആ ഈശ്വരഭാവം ഈ തെറ്റുകളെ അല്ലെങ്കിൽ ഈ കുറ്റങ്ങളെ അത് ക്ഷമിക്കാൻ, തിദിക്ഷയോട് കൂടിയിട്ട് സഹിക്കാൻ അത് പ്രാപ്തമാകുന്നു. അതിനെ നെഗ്ലിജിബിൾ ആക്കാൻ അത് കാര്യമില്ല, മറ്റുള്ള തെറ്റുകളൊന്നും സാരില്ല, ഭാര്യ ഭർത്താവ് ഒരുമിച്ചാണ് വേണ്ടത് എന്ന് വരുത്താൻ വേണ്ടിയിട്ട് ഈ ഒരു ഭോഗത്തെ അത് ഭഗവാൻ അനുവദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഭഗവാൻ ഈ സന്താനത്തിന് വേണ്ടി ചെയ്യുന്ന ആ രതി മാത്രമേ ഉള്ളൂ എങ്കിലും വീണ്ടും ഈ കാരണം ഈ കല്യാണം കഴിക്കുന്നത് സഹധർമ്മം ചര എന്ന് പറയണത് അങ്ങനെ തന്നെ വേണം. അത് അങ്ങനെ ചെയ്യുന്നത് മുക്തിയിലേക്ക് എത്തുവാൻ വേണ്ടിയിട്ട് ഒരു പരസ്പര സഹായം വേണം. ഒരു ജീവന് ചിലപ്പോൾ മുഴുവൻ ഒറ്റയ്ക്ക് ചെയ്യാൻ സാധിച്ചില്ല എന്ന് വരും. അപ്പോൾ അതുകൊണ്ട് പ്രകൃതിയും പുരുഷനും കൂടി ചേർന്നുള്ള ഒരു ഭാവത്തിൽ വളരെ എളുപ്പത്തിൽ മുക്തിയിലേക്ക് എത്താൻ സാധിക്കും.
അപ്പോൾ പൂവുണ്ടാക്കി കൊണ്ടുവരാൻ ഒരാളുണ്ടാവുക, അത് പൂജിക്കാൻ നെയ്തും വെച്ച് തരാനൊക്കെ ഒരാളുണ്ടാവുക. അങ്ങനെ വെച്ചാൽ പൂജിക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ കീഴ്ശാന്തിയും മേശാന്തിയും എന്ന ഭാവത്തിൽ ഈ ഭർത്താവും മറ്റേ ഭാര്യയും ഒരുമിച്ച് ഈശ്വരങ്ങളിലെത്താൻ വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ. അപ്പോൾ അതിൽ എന്തെങ്കിലും അസ്വാരസ്യം, അതിലൊരു വിള്ളലുണ്ടാകുമ്പോൾ അതിനെ പരിഹരിക്കാൻ ഈ രതിസുഖത്തിന് ഒരു പ്രാപ്തിയുണ്ട്. കാരണം അതിൽ ഈശ്വരനുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് തെറ്റല്ല എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ബ്രഹ്മഹത്യാപാപം ആയിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇന്ദ്രൻ അതിനെ 4 ഭാഗിച്ചപ്പോൾ ഒന്ന് ഈ ഗർഭസമയത്ത് പോലും രതി ചെയ്യാനുള്ളതായിട്ട് ഒരു അനുഗ്രഹത്തെ കൊടുത്തു. ബ്രഹ്മഹത്യയെ 4 ഭാഗിച്ച സമയത്ത് അത് വൃക്ഷത്തിന് കൊടുത്തു, ജലത്തിന് കൊടുത്തു, ഭൂമിക്ക് കൊടുത്തു, പിന്നെ സ്ത്രീക്ക് കൊടുത്തു. അപ്പോൾ ആ സ്ത്രീക്ക് കൊടുത്ത ഈ ബ്രഹ്മഹത്യാ പാപത്തിന് പരിഹാരമായിട്ട് ഇന്ദ്രൻ കൊടുത്തത് ഗർഭകാലത്തും കൂടി രതി അനുഭവിച്ചോളൂ എന്നാണ്. അപ്പോൾ അതിൽ ഈ ഈശ്വരഭാവം ഉണ്ടായതുകൊണ്ടാണ്. അതല്ലെങ്കിൽ അത് അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. ഭഗവാന്റെ അനുഗ്രഹം ഇല്ലാതെ കൊണ്ട് ഇന്ദ്രനായാലും ഇങ്ങനെ ഒരു വിധി പറ്റില്ല. അപ്പം അതുകൊണ്ട് ഈ എത്ര കാലമാണോ ഇതുകൊണ്ട് ഒരു സുഖത്തെ ഈ 2 പേർക്കും ഒരേപോലെ കിട്ടും എന്നുണ്ടെങ്കിൽ അത് ഈ അസ്വാരസ്യങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ മനസ്സിൻ്റെ ഒരു ക്ഷീണം സംഭവിച്ച സമയത്ത്, ഇതൊക്കെ മനസ്സിന് ക്ഷീണമാണല്ലോ. കാരണം ഭാര്യാഭർത്താവ് പിണങ്ങിക്കഴിഞ്ഞാൽ മറ്റ് പുറമേ പോയിട്ട് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് പരിഹരിക്കാൻ പറ്റാതെ കൊണ്ട് വരുമ്പോൾ അതിലൊക്കെ ഒരു ഭാവമായിട്ട് ഈ ഒരു രതിക്ക് ഇങ്ങനെ ഒന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഇതും സംയോഗ ആ ഒരു താപനിവൃത്തിക്കും വേണ്ടിയിട്ട് ഇത് ഭഗവാൻ തന്നെ കാമദേവൻ, ലക്ഷ്മീദേവി പോലും ഈ കാമദേവനെ ഭജിക്കുന്നതായിട്ട് 5-ാമത്തെ സ്കന്ധത്തിൽ 9 സ്ഥാനങ്ങളിൽ ഭാരതഖണ്ഡത്തിൽ ഇരിക്കുന്നുണ്ട്. ജംബൂദ്വീപിൽ അതിൽ ജംബൂദ്വീപിൽ 1 കാമദേവനും ലക്ഷ്മീദേവിയായിട്ടാണ്. അപ്പോൾ ആ ലക്ഷ്മീദേവി പോലും ഭഗവാനോട് പറയുന്നത് ഇതാണ്: ഈ ലോകത്തിൻ്റെ സുഖത്തിന് വേണ്ടിയിട്ട് ഞാനിതാ അങ്ങയെ ആശ്രയിക്കുന്നു. അപ്പോൾ ഇത് ഭഗവാൻ സ്വയമേവ അതിൽ ഹൃഷികേശൻ എന്ന നിലയ്ക്ക് ഇന്ദ്രിയനാഥനായിക്കൊണ്ട് ഇരിക്കുന്നത് കൊണ്ടാണ് ഈ ഒരു അനുഗ്രഹം നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു തോന്നലുണ്ടാവാനുള്ള കാരണം ഭഗവാൻ തന്നെയാണ്. അതുകൊണ്ട് ആ ചെയ്യുന്നത് തെറ്റല്ല എന്ന് ഭാര്യാഭർത്താക്കന്മാരെ അറിയാൻ വേണ്ടിയിട്ടാണ് ഇത്രയും വിശദീകരിച്ചത്. അപ്പോൾ ഭോഗം തെറ്റല്ലേ? ഭോഗം തെറ്റല്ല. അതിൻ്റെ നിയമങ്ങളൊക്കെ പറയണ്ട, 2 ആഴ്ചയിൽ ഒരിക്കലേ പാടൂ, അങ്ങനെയൊക്കെ നിയമമുണ്ട്. അത് പോട്ടെ. അപ്പോൾ പറഞ്ഞു വന്നത് ഈ താപനിവൃത്തിക്കാണ് ഭഗവാൻ തന്നെ അവിടെ സ്ഥാനം സ്വയമേവ സ്വീകരിച്ച് അവിടെ എത്തിയത്. അതുകൊണ്ട് നാരദ മഹർഷിയോട് പറയാണ്, ഭഗവാന്റെ ഈ ഇന്ദ്രിയത്തെ 2 ഇന്ദ്രിയാണ്, ലിംഗത്തിലും ഗുദത്തിലും. അപ്പോൾ ഇത് ഒന്ന് മരണത്തിന് കാരണമാകുന്നു. ഈ മരണം എന്നുള്ളത് നമ്മൾ മൃത്യു ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. ഭഗവാനും ഇവിടെ ഉദ്ദേശിച്ചത് അതാണ്, മരണത്തെ ഒഴിവാക്കാനാണ്. എങ്ങനെയാണത്? നമ്മൾ ഈ മിത്രൻ ഇതിൽ 12 സൂര്യന്മാരിൽ ഒന്നാണ്. ഈ സൂര്യൻ്റെ സാന്നിധ്യം കൊണ്ട്, ഭഗവാന്റെ സാന്നിധ്യം കൊണ്ട് ഈ ദേഹത്തെ തന്നെ ഒഴിവാക്കാൻ സാധിക്കും. പിന്നീട് ഈ ഒരു തരത്തിൽപ്പെട്ടതായിട്ടുള്ള ദേഹങ്ങളെയും സ്വീകരിക്കേണ്ടാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കും ഭഗവാൻ. അങ്ങനെയാണ്. അപ്പോൾ ഈ 2 സ്ഥാനങ്ങളും, ഒന്ന് വീണ്ടും പ്രജകൾ ഉണ്ടാകുവാൻ വേണ്ടിയിട്ടും, ഒന്ന് ഇനി ശരീരം വേണ്ട എന്നുള്ളൊരവസ്ഥയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടും, 2ഉം തൊട്ടടുത്താ. നമുക്ക് 2നെയും അത്ര താല്പര്യമില്ല. മലമൂത്ര വയർപ്പാദികൾ കഫാദികൾ നമുക്ക് ഈ പല വേദികളിലും ചെന്നിരിക്കുമ്പോൾ ഇതൊരു വലിയ തടസ്സമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിന് ഒട്ടും താല്പര്യമില്ല. അതേപോലെ തന്നെ ഈ അന്യരിൽ തോന്നുന്നതായിട്ടുള്ള രതി വേണം എന്നുള്ള ആ തോന്നൽ, അതൊരു കാമാണ്. സ്വന്തം ഭാര്യയിലല്ല, മറ്റ് അന്യപുരുഷൻ അല്ലെങ്കിൽ അന്യസ്ത്രീ വേണമെന്ന് തോന്നുന്നത് വലിയ തെറ്റാണ്. അപ്പോൾ ഇത് 2ഉം നമ്മളെ ഒരു വിപരീത അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്നുണ്ട്. പക്ഷേ ഇത് 2ഉം ഭഗവാൻ തന്നെയാണ്. അപ്പോൾ ഇതിനെ ഈ വിപരീതാവസ്ഥയിൽ എത്തിക്കാതിരിക്കാനുള്ള ഒരു സ്വയം നിയന്ത്രണം മനസ്സിനെ നമ്മൾ കൊടുക്കുക തന്നെ വേണം. മാനാപമാനം ഇല്ലാതെ കണ്ട് ഇപ്പോൾ വേർത്ത് വെച്ചാൽ കുളിക്കണം എന്നർത്ഥം. ജലദോഷാദി കഫം വന്നു വെച്ചാൽ അതിനെ കളഞ്ഞ് അത് ശുദ്ധമാക്കിയിട്ട് വെള്ളം കൊണ്ട് കഴുകി അങ്ങനെ തന്നെ വേണം. കണ്ണിൻ്റെ പീള കണ്ടു വെച്ചാൽ അത് തുടച്ച് കൈ കഴുകി വന്ന്
ആചമിച്ച് അങ്ങനെ തന്നെ വേണം. കർണമലം ഉണ്ടെങ്കിൽ അതിനെ കളഞ്ഞ് കൈകഴുകി വന്നിട്ട് ആ സദസ്സിലേക്ക് വരാൻ. അതിന് എന്ത് വേണ്ട? ഒരു മാനാഭിമാനവും വേണ്ട. മലമൂത്രമായാലും ശരി, ആ സമയത്ത് അതിന് സന്ദർഭങ്ങളുണ്ടാവണം, അതിന് സൗകര്യങ്ങളുണ്ടാവണം. അപ്പോൾ ഇത് ഈശ്വരനാൽ തരപ്പെട്ടതാണ്, ഇന്ന കാര്യത്തിനാണ് എന്നുള്ള ഒരു നിയമമുണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ചിലതൊക്കെ തടുക്കാൻ സാധിക്കും. വേർപ്പിന് ഒന്നാണ് തുറച്ചാൽ പിന്നെ സാരില്ല, പക്ഷേ അത് രോഗം വരും. അപ്പോൾ അങ്ങനെ പലതുമുണ്ട്. നമ്മൾ ചില ആവേഗങ്ങളെ തടുക്കരുത് എന്ന് ആയുർവേദം പ്രത്യേകം പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഭഗവാന്റെ സാന്നിധ്യമാണ് എന്ന് അറിഞ്ഞാലാണ് ഈ മുൻവിധി വേണം. എല്ലാം ഭഗവാന്റെ തന്നെയാണ്, നമ്മളെന്താ പറയുക, ഒക്കെ ഭഗവാനാന്നേ എന്ന് ഒരു അവമാനിക്കില്ല. ഭഗവാനെ നമ്മൾ അവമാനിക്കില്ല പതിവ്. എന്താപ്പോൾ അങ്ങനെ വന്നു വെച്ചാൽ അങ്ങനെ എന്ന് ചിലർ പറയണേക്കാം. അപ്പോൾ അങ്ങനെയല്ല, അതിൽ ഈ ഭഗവാന്റെ സാന്നിധ്യം ഇതിനു വേണ്ടിയിട്ടാണ് എന്നുള്ള മുൻവിധിയാണെങ്കിൽ അത് പോസിറ്റീവായി. ആ പോസിറ്റിവിറ്റി ഉണ്ടാവണമെങ്കിൽ നമ്മുടെ മനസ്സ് അത്രയും ഈശ്വരഭാവത്തിൽ എത്തണം എന്ന് സാരം. പറഞ്ഞു വന്നത്, എന്തുകൊണ്ട് നെഗറ്റീവ് നമ്മിൽ ഭഗവാൻ ഇപ്രകാരം ഭഗവാന്റെ സാന്നിധ്യത്തോടു കൂടിയിട്ട് നമുക്ക് തന്നു, ഇതിനെ ബോധ്യമാവണം. അപ്പോൾ അനവധി കാര്യങ്ങൾ ഞാൻ കൂടുതലായിട്ട് പറയുന്നുണ്ട്. ഈ കൂടുതലായിട്ട് പറയുന്നത് ഈശ്വരഭാവമാണ്. പറയുന്നത് കേൾക്കുന്നത് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ അതിന് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടോ ഇല്ലേ അതെനിക്കറിയില്ല. പക്ഷേ ഇത് എൻ്റെ അനുഭവങ്ങൾ പലതും ഉള്ളതിനെ ഞാൻ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നെഗറ്റീവിനെ നമ്മൾ നിഷേധിക്കുകയല്ല വേണ്ടത്, നെഗറ്റീവ് നമ്മിലേക്ക് വരാതിരിക്കാനുള്ള കവചമായിട്ട് തടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ മലമൂത്ര ജയാർത്ഥം തു ലഘ്വാഹാരോ വിശേഷത, അതേപോലെ വേർപ്പ് വരാതിരിക്കാൻ വെയിൽ കൊള്ളാതിരിക്കുക, വെയിൽ അതേപോലെ കഠിനമായിട്ട് അധ്വാനിക്കാതിരിക്കുക, കണ്ണ് അതേപോലെയുള്ള പീള വരാതിരിക്കാൻ, അതിൽ അസുഖം വരാതിരിക്കാനുള്ള ശുചീകരണങ്ങളൊക്കെ. അതുകൊണ്ട് ഈ ആചമനത്തിന് കണ്ണും കയ്യും കയ്യും മൂക്കും കയ്യും ചെവിയും ഒക്കെ തമ്മിൽ പ്രത്യേകം ബന്ധങ്ങളുണ്ട്. മോതിരവിരലും കണ്ണും ആയിട്ടാണ് ബന്ധം. ചൂണ്ടുവിരലും മൂക്കുമായിട്ടാണ് ബന്ധം. ചെറിയ വിരലും ചെവിയും ആയിട്ടാണ് ബന്ധം. അതുപോലെ കയ്യിൻ്റെ നടു, അതാണ് ഈ നാവായിട്ട് ബന്ധം. 5 വിരലും കൂടിയതാണ് മൂർധാവിൽ ബന്ധം. 4 വിരൽ, ചെറുവിരൽ ഒഴിച്ച് ബാക്കിയുള്ള വിരലുകളാണ് ഈ ഹൃദയത്തിൽ ബന്ധം വരിക. ഇതൊക്കെ ഇപ്പോൾ എത്ര ആൾക്കാർക്ക് അറിയും? കണ്ണും മോതിരവിരലും തമ്മിലാണ് ബന്ധം വരിക. അതേപോലെ ചൂണ്ടുവിരലും മൂക്കും തമ്മിലാണ് ബന്ധം വരിക. ചെറുവിരലും ചെവിയും തമ്മിലാണ് ബന്ധം വരിക. ഉള്ളം കൈയിലാണ് നാവ് രുചിയുമായിട്ട് ബന്ധം വരിക. 5 വിരലും കൂട്ടിയിട്ടാണ് മൂർധാവിൽ ബന്ധം വരിക. 4 വിരൽ, അതായത് ചെറുവിരലൊഴിച്ച് ബാക്കിയുള്ള 4 വിരലാണ് വക്ഷസ്സിൽ ബന്ധം വരിക. അതേപോലെ ഈ ചൂണ്ടാണി വിരലും ചെറുവിരലും ഒഴിച്ചാണ് മൂക്കിൻ്റെ താഴെ ഈ ചുണ്ടിൻ്റെ മീതെയായിട്ട്, മേൽചുണ്ടിൻ്റെ മീതെയായിട്ട് സ്ഥാനം വരിക. 2 വിരലൊഴിവ്. അപ്പോൾ ഇങ്ങനെയൊക്കെ നിയമങ്ങൾ പലതുമുണ്ട്. അപ്പോൾ ഈ നിയമങ്ങളെയൊക്കെ ഭഗവാൻ കൈകളിലേക്കും, ഇപ്പോൾ നമ്മൾ കൈകൊണ്ട് അങ്ങനെ ചെയ്യാം, കൈകൊണ്ട് ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ യോഗ ആചാര്യന്മാർ. അതേപോലെ ഈ പല എക്സസൈസുകൾ ചെയ്യുന്ന പലരും ഇപ്പോൾ അടിച്ചു നോക്കിയാൽ കാണാം. അപ്പോൾ അതിലൊക്കെ ഇതുപോലെ കാണും. പക്ഷെ അവരിലൊന്നും ഇതൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെ ഭാഗവതത്തിലുള്ളതാണ്. അപ്പോൾ ഇതിനെ നമ്മൾ കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ, അവരുടെ അറിവും ഭാഗവതത്തിലെ അറിവും കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ നമുക്കും അതിൻ്റേതായിട്ടുള്ള സർവ്വവിധ ഗുണഫലങ്ങളെയും കിട്ടും. അതിനു വേണ്ടിയിട്ട് ഈ 3 ശ്ലോകങ്ങളെ സമർപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീമദ് ഭാഗവത മഹാപുരാണം 2ാം സ്കന്ധം 6-ാമത്തെ അധ്യായം 6, 7, 8 3 ശ്ലോകങ്ങളെയാണ് ഇപ്പോൾ പറഞ്ഞത്. വീണ്ടും കേൾക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. ശ്രീഹരേ നാരായണ.